ഞാനിവിടെ വന്നത് വാസ്തവം നിങ്ങളെല്ലാം പങ്കെടുക്കണം. ഞാൻ നിങ്ങൾക്ക് ദ്വാരക്കാനല്ല, നിങ്ങളെ ദ്വാരി ഞാനും പങ്കെടുക്കണം. അതാണ് ആവശ്യം. നിങ്ങൾ മാത്രമല്ല, ഈ മജ്‌ലിസിൽ എത്ര ആളുണ്ടെന്നറിയോ? ഒരുപാട് മലായിക്കത്തുകളുണ്ട്. സമസ്ത അധ്യക്ഷൻ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ് സ്വലാത്ത് ഹൽക്കയ്ക്കും മുഖ്യ പ്രാർത്ഥനയ്ക്കും നായകത്വം വഹിക്കുന്നത്. അള്ളാഹുവിന് ചുറ്റി നടക്കുന്ന മലക്കുകളുണ്ട്. അവർ എവിടെയോ വല്ല ഇൽമിൻ്റെയോ ദിക്റിൻ്റെയോ മജ്‌ലിസ് കണ്ടാൽ ആ കണ്ട മലക്കുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും, ഹരുമ്മു ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സംഗതി ഇവിടെയുണ്ട് എന്ന്. അങ്ങനെ ഒന്നാം ആകാശം മുട്ടുന്നവരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിലപ്പൊതിയും. അപ്പോൾ ഇത് ചെറിയ മജ്‌ലിസൊന്നും അല്ല. പിന്നെ സംശയം കിംശൊന്നും, അത് ദുന്യാവൊരു സംശയം. ഇന്നല്ല അന്നും ഇന്നും ഖിയാമം വരെയുന്ന സംശയം ഉണ്ടാകാറില്ല. സംശയക്കാർ സംശയമായിട്ട് പോയിക്കോട്ടെ എന്നല്ലാതെ നമ്മളതിൻ്റെ പിന്നാലെ നോക്കണ്ട. അതുകൊണ്ട് അള്ളാഹു നമ്മളെ അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാലാക്കി തരട്ടെ. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേക പുണ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈലത്തുൽ ഖദ്റാകുന്ന രാത്രിയിൽ അതൊക്കെ ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞത് എത്രയോ നമ്മൾ കേട്ടതുമല്ലേ. പക്ഷെ ഇതിനെല്ലാം ഞങ്ങളിൽ നിന്നൊരു കാബിലിയത്ത് വേണം. നമുക്കത് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണോ? അപ്പം നമുക്ക് വല്ല കിബറോ ഉജ്ബോ വല്ലതും വന്നു പോയാൽ അതിനേക്കാൾ വലിയ അപകടം വേറൊന്നുമില്ല. തവാളു എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിൻ്റെ ബുദ്ധി എന്താ? ഞാൻ ആ തലാൻ്റെ അടുക്കുന്നിരിക്കേണ്ട ആളാണ്, സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാണ്, സ്റ്റേജിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണ് ഞാനെന്നാ നിൻ്റെ ഉള്ളിൽ വിചാരം. അതാണ് കിബറ്. നേരെ മറിച്ച് അവിടെ ഇരുന്നിട്ട് നീ വിചാരിക്കുക, ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ മജ്‌ലിസിൻ്റെ ലാസ്റ്റിൽ ഇരിക്കേണ്ടവനാണ് ഞാൻ എന്ന് വിചാരിക്കലാണോ തവാളു. ഇബ്നുത്തായില്ലാഹി സിക്കന്ദരിയുടെ നമ്മളെ ഹിക്കം എന്ന ഗ്രന്ഥം ഞാൻ ദർശനമല്ലോ, അതിൽ മൂപ്പര് തവാളു ബിൽ ജുലൂസി ഫീ അഖീറിൽ ജലസ. അവിടെ അല്ല, പിന്നെ ഈ കണ്ടുകൊണ്ടിരുത്താ ഞാനിവിടെ ഇരിക്കണ്ടോനല്ലാന്ന് വിചാരിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ വിധത്തിലും കാക്കട്ടെ, അങ്ങനത്തെ ഒന്നും വരാതെ കണ്ടിരിക്കട്ടെ. പിന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലുമായാലും പറമ്പിലായാലും പുറത്തിലും ഏത് സ്ഥലത്തിലായാലും നമ്മളെ ഹൃദയത്തിലേക്കും ഉള്ളിലേക്കാണ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ഈമാൻ, യഖീനും, അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അങ്ങേറ്റത്തെ മഹബത്തും അതൊക്കെ നമുക്കുണ്ടായാൽ അത് തന്നെ മതി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിനോടുള്ള മഹബത്ത്, അവിടെ സലാത്ത് പെരുപ്പിച്ചോ. اللهم صل على سيدنا محمد النبي الأمي الحبيب العاجل القدير العظيم الداهي وعلى آله وصحبه وسلم. ഈ സലാത്തിൻ്റെ പേര് ദഖീറത്തുൽ ഖൈർ, ഖൈറിൻ്റെ സൂക്ഷിപ്പ് സ്വത്ത്. ഈ സലാത്ത് കിടക്കാൻ നേരത്ത് വെള്ളിയാഴ്ച രാവ് അല്ലാത്ത രാത്രികളിൽ 10, വെള്ളിയാഴ്ച രാവ് 100 ചെല്ലാം. അങ്ങനെ പതിവായിക്ക് കൊണ്ടുവന്നാൽ കശ്ഫിൻ്റെ അഹ്ലുകാരെന്ന് ഈ മഹാന്മാർ പറയും, റസൂലിൻ്റെ കൈ കൊണ്ട് നിൻ്റെ ജലത്തെ കബറിൽ വെക്കും വരികയാകും. പോരെ, അത്ര ശ്രേഷ്ഠമുള്ള സ്ഥലത്താണ്. മറ്റൊന്ന് ആ കടം വീടുന്ന സ്ഥലത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ സലാത്ത് ഒരു ദിവസം 33 ചൊല്ലിക്കോ. നിസ്കാരത്തിൻ്റെ പിറകെ ഒന്നുമല്ല. കൂടുതൽ കടണ്ടോ 360 ചൊല്ലിക്കോ. സലാത്ത് ചെല്ലുമ്പം തന്നെ കടം വീടാൻ വിചാരിച്ച് ചെല്ലാൻ പാടില്ല, ചൊല്ലിക്കൊള്ളുക. അങ്ങനെ ആകുമ്പോൾ കടം അല്ലാഹു വീട്ടിക്കോളും. റഹ്മുറാഹിമായ നാഥ, ഏ മജ്‌ലിസാകുന്ന മജ്‌ലിസ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി, അതേ അവസരത്തിൽ എത്ര ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പുറമെ എത്രയോ ആളുകൾ നമ്മൾ കാണാത്തവരുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്, കുട്ടികളുണ്ട്. അവരെല്ലാവരും റഹ്മത്തിന് ഇറങ്ങുന്ന മജ്‌ലിസാണ്. അതുകൊണ്ട്
നമ്മൾ വളരെ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. നല്ല നിലക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും പ്രീതിയിലും റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും, അതുപോലെ അഹ്ലുൽ ബൈത്ത് അല്ലാഹുവിൻ്റെ മഹാന്മാരായ ആലിമീങ്ങൾ എല്ലാ ആളുകളെയും ഞങ്ങൾ വന്ദിക്കേണ്ടവരെ വന്ദിക്കണം. അവരെല്ലാവരെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സലാമത്താകട്ടെ. നമ്മളെ എല്ലാ ഹലാലായ മുറാദുകളെയും റബ്ബേ നീ ഹസനാക്കി തരണേ റഹ്മാനേ. എല്ലാ ബലാഗ് മുസീബത്തുകളും കാക്കണേ റഹ്മാനേ. ആരാണ് നമ്മളെ നബി? ചെറിയ നബിയാണോ? അങ്ങനത്തെ ഒരു നബിനെ നമുക്ക് കിട്ടുമോ? അന്ത ഉമ്മ അമ്മബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലൂദിന് പറഞ്ഞ തങ്ങൾ മാതാവോ അതല്ല പിതാവോ, ഒരു മാതാവിനും പിതാവിനും തങ്ങളെ ദയപോലത്തെയും കൃപ പോലത്തെയും ദൈവം കൃപയും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ? നബിയെ തങ്ങൾ റബ്ബ് തങ്ങൾക്ക് തരും, അപ്പൊ താങ്കൾ തൃപ്തിപ്പെട്ടു പോകും. ഞാൻ തൃപ്തിപ്പെട്ടു പോകുന്നു, അത്ര നീ തരുമോ? എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ അന്നേരം പറയാൻ എന്താണെന്നറിയോ? അത്ര ഭാര്യ തരും, എൻ്റെ കുട്ടികളെയും പെണ്ണുങ്ങളെ ബാക്കിയുള്ളവരെയും ഒക്കെ നന്നാക്കുന്നല്ല. എന്നാൽ ഞാൻ തൃപ്തിപ്പെടുന്ന പ്രശ്നമല്ല റബ്ബേ. എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ഒരൊറ്റ ഒരുത്തൻ നരകത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടൂല. അങ്ങനെ പറഞ്ഞ നബിയെ നമ്മളെ നബിയെ. അപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ നരകത്ത് പോണ റസൂലിട്ടല്ല. അങ്ങനത്തെ നമ്മൾ റസൂലിനെ കുറ്റം പറഞ്ഞാലോ? അത്ര നന്ദി കെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാകും? അല്ലാഹു കാക്കട്ടെ.